ആറ്റിങ്ങൽ DE ഓഫീസ് മതിൽ തകർന്നു. കുറച്ചു ഭാഗം പൊളിഞ്ഞ് വീഴുകയും ചെയ്തു. എന്നിട്ടും അധികൃതർക്ക് മിണ്ടാട്ടമില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കേരളം മൊത്തം പ്രകൃതിക്ഷോഭം മൂലം മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു സാഹചര്യമാണ്. ഇവിടെ ആറ്റിങ്ങൽ ഈ DE ഓഫീസിൻ്റെ ഈ മരം യഥാർത്ഥത്തിൽ ഒരു പാഴ്മരമാണ്. ഈ പാഴ്മരം അപകടകരമായ രീതിയിൽ നിന്നിട്ട് എത്രയോ വർഷങ്ങളായി. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ യഥാർത്ഥത്തിൽ അതിനൊരു റിപ്പോർട്ട് കൊടുക്കുകയോ അത് മരം മുറിച്ചു മാറ്റാനുള്ള നടപടി സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. ആയിരക്കണക്കിന് സ്കൂൾ കുട്ടികൾ, കോളേജ് കുട്ടികൾ, വഴിയാത്രക്കാർ നടന്നു പോകുന്ന പാതയോരത്താണ് ഈ രീതിയിൽ അപകടകരമായ രീതിയിൽ ഇങ്ങനെ ഒരു മരം നിൽക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഏതൊരു സാഹചര്യത്തിലും ഒരു അപകടം നടന്ന് അവിടെ ഒരു ദുരന്തമുണ്ടായാൽ മാത്രമേ അധികാരികൾ കണ്ണു തുറക്കുള്ളൂ എന്ന ഒരവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണമെന്നാണ് പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. കഴിഞ്ഞ കുറച്ചു വർഷമായി ഒരു മരം മതിലിൽ വളർന്നു പന്തലിച്ചു. വാർത്തകൾ പലതു വന്നിട്ടും അധികൃതർ ശ്രദ്ധിച്ചില്ല. മാത്രമല്ല, വാർത്തകളെ അധികൃതർ പുച്ഛിച്ച് തള്ളുകയും ചെയ്തു. DO ഉൾപ്പെടെയുള്ളവർ മതിൽ പൊളിഞ്ഞ വിവരം കണ്ടിട്ടും കാണാത്തതായി ഭാവിക്കുകയും ചെയ്യുന്നുണ്ട്. മതിൽ പൊളിഞ്ഞ നടപ്പാതയിലാണ് വീണത്. ഇത് കാൽനടയാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇനി മരമാണ് വീഴുന്നതെങ്കിൽ അതിനേക്കാൾ കഷ്ടമാണെന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. ഐലൻഡ് റോഡ് ഓട്ടോറിക്ഷ നമ്മൾ ഐലൻഡ് റോഡ് ഓട്ടോ സ്റ്റാൻഡാണിത്. അപ്പോൾ നമ്മളിത് വർഷങ്ങളോളം കണ്ടുവരുന്നൊരു സംഭവമാണിത്. ഇതിപ്പോൾ ഒരു 2-3 ദിവസം മുമ്പ് ഇത് ഇടിഞ്ഞു വീഴുകയും അങ്ങനെ ഇവിടെ നമ്മളൊക്കെ അതൊരു ഭയാനകമായി നമ്മൾ തന്നെ കുറച്ച് പൈസ കൊടുത്ത് ഒരു റിബണൊക്കെ വാങ്ങി ഇവിടെ കെട്ടുകയും ഇതെല്ലാം നമ്മളിവിടെ ചെയ്തായിരുന്നു. പക്ഷേ ഇത് നമ്മൾ DO ഓഫീസിൽ അന്ന് ഇടിഞ്ഞു വീണതിൻ്റെ അന്ന് DO ഓഫീസിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അവിടെ നിന്ന് കുറച്ച് പേര് വന്ന് നോക്കി. പിന്നെ ഇത് എന്നും വന്ന് ആൾക്കാർ വന്ന് ഇങ്ങനെ രാഷ്ട്രീയക്കാരോ അതും ഇതുമൊക്കെ ആൾക്കാർ വന്ന് നോക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇടിഞ്ഞു വീഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇതിലെ പോകുന്ന കുട്ടികൾ മാരകമായ പരിക്കേൽക്കുകയും മരണം സംഭവിക്കുകയും ചെയ്യാന്നുള്ളൊരിതാണ്. ഇവിടെ DO ഓഫീസുണ്ട്, കോളേജുണ്ട്, ബോയ്സ് സ്കൂളുണ്ട്. ഇത്രയും ഒരു ഇതായി നടന്നിട്ട് ഇത്രയും ആൾക്കാർ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര 12 മണിക്കൂറല്ല 24 മണിക്കൂർ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. ഇതിന് ഒരു നടപടി എടുക്കണമെന്ന് തലപ്പത്തിരിക്കുന്ന ആരെങ്കിലും ഇതിനൊരു നടപടി എടുക്കണമെന്ന് നമ്മൾ ഓട്ടോ സ്റ്റാൻഡിലുള്ള ആൾക്കാർ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇനിയെങ്കിലും ഇതിനൊരു നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വഴിയാത്രക്കാരാണ് ദിവസേന ഇതുവഴി നടന്നു പോകുന്നത്. മതിലിടിഞ്ഞ് പുറത്തേക്ക് ചരിഞ്ഞ് ഏതു നിമിഷവും പൂർണ്ണമായും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ്. അപകട ഭീഷണിയിലുള്ള മതിലിന് സമീപം സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് പോലും അധികൃതർ തയ്യാറായിട്ടില്ല. അല്ല, ഇനി മതിൽ പൂർണ്ണമായും തകരുന്നതുവരെ കാത്തിരിക്കാനാണ് ഭാവമെങ്കിൽ കഷ്ടമാണ്. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.